യോഹന്നാൻ 15:4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ വാക്യം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആത്മീയ ജീവിതം നയിക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ക്രിസ്തുവുമായി നിരന്തര ബന്ധം ഉണ്ടായിരിക്കണം. നമ്മുടെ ഫ്രൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫലം പുറപ്പെടുവിക്കുക, ബെയർ ഫ്രൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ പോലെയുള്ള സ്വഭാവം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നല്ല ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രാഞ്ചിന് തനിയെ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ വിശ്വാസികൾക്ക് ഒരിക്കലും കർത്താവില്ലാതെ, കർത്താവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിനെ പോലെയുള്ള സ്വഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവുമായി നിരന്തരം ബന്ധപ്പെടണം. എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിലേഷൻ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്? ദിവസവുമുള്ള ദൈനംദിന പ്രാർത്ഥനയിലൂടെയും വേദപുസ്തക പഠനത്തിലൂടെയുമാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് കർത്താവിൽ ഫോക്കസ് ചെയ്യാം. അപ്രകാരം ജീവിതം നയിക്കുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ.